മലയാളി വിക്കറ്റ് കീപ്പറും ബാറ്ററുമായ സഞ്ജു സാംസണെതിരെ BCCI അന്വേഷണം നടത്താനൊരുങ്ങുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ കേരള ടീമിന് വേണ്ടി പങ്കെടുക്കാതിരുന്നതിനെക്കുറിച്ചാണ് BCCI പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കും ICC ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജയ് ഹസാരയിൽ സഞ്ജു എന്തുകൊണ്ട് കളിച്ചില്ലെന്ന് അന്വേഷിക്കാൻ BCCI യോഗം ചേരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരളത്തിന്റെ തയ്യാറെടുപ്പ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം അദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സഞ്ജുവിന് ടൂർണമെന്റിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇന്ത്യൻ ടീമംഗങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിയമം കർശനമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര ലിസ്റ്റ് എ ടൂർണമെന്റിലെ കേരളത്തിന്റെ ഒരു മത്സരത്തിനും സഞ്ജു ഇടം പിടിക്കാത്തതിൽ BCCI സന്തുഷ്ടരല്ലെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ടു മുൻപ് 50 ഓവർ ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരവുമാണ് യഥാർത്ഥത്തിൽ സഞ്ജു നഷ്ടപ്പെടുത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതെന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെലക്ടർമാരും BCCIയും വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനുമതിയില്ലാതെ ആഭ്യന്തര മത്സരങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പ്രധാനമായും കഴിഞ്ഞ വർഷം ഇഷാൻ കിഷനും ശ്രേയസ് അയ്യർക്കും കേന്ദ്ര കരാർ നഷ്ടമായിരുന്നത്. സഞ്ജുവിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കൂടുതലും ഉണ്ടായത്. ടൂർണമെന്റിൽ നിന്നും വിട്ടുനിന്നതിന് ബോർഡിനും സെലക്ടർമാർക്കും സഞ്ജു യാതൊരു കാരണവും നിലവിൽ നൽകിയിട്ടില്ല. അദ്ദേഹം തന്റെ കൂടുതൽ സമയം ദുബായിലാണ് ചെലവഴിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ആ സമയം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. സെലക്ടർമാർക്ക് വ്യക്തവും കൃത്യവുമായ കാരണം വളരെയധികം അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ഏകദിന സീസണിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. KCIയുമായി നല്ല ബന്ധമല്ല സഞ്ജു നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ അത് പരിഹരിക്കേണ്ടതും ആവശ്യമാണ്. സംസ്ഥാന അസോസിയേഷനും അദ്ദേഹവും തമ്മിലുള്ള തെറ്റിദ്ധാരണ കാരണം മത്സരത്തിന്റെ സമയം നഷ്ടമാക്കുവാനും കഴിയില്ല. പക്ഷേ വിജയ് ഹസാരെ ട്രോഫിക്ക് മുമ്പുള്ള സയ്യിദ് മുഷ്തഖ് അലി ട്രോഫിയിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുകയുണ്ടായി.